ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു ത്രില്ലർ അഡ്വഞ്ചർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി റിവർ വൈൽഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു 5 സുഹൃത്തുക്കൾ കാട്ടിലെ ഒരു റാഫ്റ്റിംഗ് അഡ്വഞ്ചറിന് പോവാണ്. ഇതിനിടയിൽ അവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, അതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത്, പിന്നീട് നമ്മൾ അവസാനം വരെയും കാണാൻ പോകുന്ന ഓരോ സീനിലും നമ്മൾ ടെൻഷനോടെ ആയിരിക്കും ഈ മൂവി കണ്ടു തീർക്കാൻ പോകുന്നത്. അതുപോലുള്ളൊരു മൂവി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിലെ കാടിനുള്ളിലൂടെ പോകുന്ന ഒരു വണ്ടി. കുറേ നേരമായിട്ട് ഈ ഒരു വണ്ടി കാടിനുള്ളിലൂടെ തന്നെ എവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു പെണ്ണാണ് നമ്മുടെ ഈ കഥയിലെ നായിക ജോയി. അങ്ങനെ ജോയി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാമുകൻ അവളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജോയി, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇതുപോലെ ഞാനൊരു കാടിനുള്ളിലേക്ക് എൻ്റെ സഹോദരനായിട്ട് ഒരു റാഫ്റ്റിംഗ് അഡ്വഞ്ചർ ഉണ്ട്, അതിനുവേണ്ടി പോവാന്ന് പറയുമ്പോൾ ആ കാമുകൻ പറയും, അല്ല നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ, അതുപോലെ അടുത്ത ആഴ്ച നമുക്കൊരു വീട് നോക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നല്ല ആ കാമുകൻ പറയുമ്പോഴത്തേക്കും ജോയി അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും ആ ഒരു കാമുകൻ പറയും, ശരി എന്ത് തന്നെയായാലും നിന്റെ സഹോദരൻ കൂടെ ഇല്ലേ, അതുകൊണ്ട് അവനോടൊപ്പം നല്ലതുപോലെ തന്നെ പോയിട്ട് പോകാമെന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നതും. അങ്ങനെ കുറേ നേരത്തെ യാത്ര കഴിഞ്ഞ് ജോയി എത്തുന്നത് ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ്. അവിടെയാണ് ജോയിയുടെ സഹോദരനായിട്ടുള്ള ഗ്രേ ഉള്ളത്. ഗ്രേ ആണെങ്കിൽ ഇപ്പോൾ തൻ്റെ കൂടെയുള്ള 2 ക്ലയൻസ് ഉണ്ട്. ഒരാളുടെ പേര് വാൻ, രണ്ടാമത്തെ ആ ഒരു പെണ്ണിന്റെ പേര് കരീസ. അപ്പോൾ ഇവർക്ക് അവർ പോകുന്ന ആ ഒരു ബോട്ടുണ്ടല്ലോ, അതിലെങ്ങനെയാണ് തുഴയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഗ്രേ മറ്റൊരാളെയും കൂടി കാണിക്കുന്നുണ്ട്, ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ. അവൻ വേറെ ആരുമല്ല, ഗ്രേയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവനും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് ജോയിയോട് പറയുമ്പോഴത്തേക്കും ജോയിക്ക് അവനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. അങ്ങനെ ജോയി തൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ട്രെവർ അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കും. അതുപോലെ ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ട്രെവർ ഒരു 3 വർഷം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുമല്ല അവന് പുതിയൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് അവനെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അവന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെയും കൂടെ കൂട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ജോയി ഒരു ഡോക്ടറാണെന്നുള്ള കാര്യവും ഇവർ സംസാരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ആ നദിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് അത് കഴിഞ്ഞിപ്പോൾ കാണിക്കുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. ഇത് നിങ്ങൾക്ക് ഈ സീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞ് എല്ലാവരും ആ ഒരു നദിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇതിൽ ഗ്രേ ആണെങ്കിലോ എങ്ങനെയാണ് ഈ ഒരു പാഡലിംഗ് പിടിക്കുന്നത്, അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് തുഴയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കരീസ, വാൻ ഇവരെ രണ്ടുപേരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ബാക്കിയുള്ളവരോട് പറയുന്നതും ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ, പക്ഷേ നമ്മുടെ ജോയിക്ക് മാത്രം എന്തോ വലിയ സന്തോഷമില്ലാത്തതുപോലെ. അങ്ങനെ കുറേ ദൂരം മുന്നിലേക്ക് പോകുമ്പോൾ ഗ്രേ പറയും, ഓക്കെ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ, നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എത്തി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നദിയിലെ ഒഴുക്കുണ്ടല്ലോ, അത് കുറച്ച് കൂടിയൊരു ഭാഗമാണ് ആദ്യത്തെ ഭാഗം. അങ്ങനെ ഓരോ ചെറിയ ഒഴുക്കും ഇവർ 5 പേരും നല്ല എൻജോയ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിൽ തുഴഞ്ഞ് താഴേക്ക് പോവാണ്. അങ്ങനെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അത്യാവശ്യം ചെറിയൊരു കുഴിയാണ്. അതിലേക്ക് ഈ ഒരു ബോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ജോയിയുടെ പിടിവിട്ട് അവൾ നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. അതുപോലെ ഇപ്പോൾ വീഴുന്ന സ്ഥലമാണെങ്കിലോ സാധാരണ ഒഴുക്കധികം ഇല്ലാത്തൊരു ഭാഗമാണ്. അതുപോലെ ഇവർ വന്ന സ്ഥലത്ത് തന്നെ ഒരു നല്ല സ്ഥലം നമ്മുടെ ഗ്രേ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ആ ഒരു പുഴയിലേക്ക് ചാടി കുളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഗ്രേ പറയുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവരവിടെ ടെന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. അങ്ങനെ നല്ലതുപോലെ തന്നെ ആ ഒരു ടെന്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇവരെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കരീസ ഗ്രേയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ഗ്രേ പറയും, അടുത്തുള്ള മരങ്ങളിലോ ചെറിയ കുറ്റിക്കാട് പോലുള്ള സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറയുമ്പോൾ, അല്ല ഇവിടെ മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗ്രേ ഈ ഒരു ബിയർ സ്പ്രേ ഉണ്ട്, ഈ കരടികളൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അടിക്കുന്ന സ്പ്രേ, അതെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തേക്കും. എന്നിട്ട് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നതും എല്ലാവരും തീയെല്ലാം കൂട്ടിയിട്ടിട്ട് അതിന് ചുറ്റും വരുന്ന് മദ്യപിക്കുകയെല്ലാം ചെയ്യുന്നു. അതേപോലെ തന്നെ കരീസയും വാനും നല്ലതുപോലെ തന്നെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജോയിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കാണ് കരീസയും വാനും ഓക്കെ ഞങ്ങളെ പറ്റി പറഞ്ഞു. ഇനി ജോയ് നീ വിവാഹിതയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അല്ല. നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനും ഒരു ഡോക്ടറാണ്. അപ്പോൾ കാണാൻ എങ്ങനെയാ, സെക്സി ആണെന്ന് ചോദിക്കുമ്പോൾ ജോയ് പറയും, അതെ സെക്സി തന്നെയാണ്, നല്ല ഉയരമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ട്രെവറിന് എന്തോ ജലസി ആവുന്നത് പോലെ അവൻ ആ രീതിയിലാണ് മറുപടി പറയുന്നത്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ജോയി പറയും, ഓക്കെ എനിക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോകണമെന്നും പറഞ്ഞ് അവൾ ടെന്റിനകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കാണ് ഇവിടെ നമ്മുടെ വാൻ ഉണ്ടല്ലോ, അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഓക്കെ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ കരീന പറയും, ദേ ആ ഒരു ഭാഗത്തായിട്ട് ഒരു നല്ല സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് അവളോട് പറയുമ്പോൾ വാൻ ആ വശത്തേക്ക് നടന്നു പോകുന്നത്. ട്രെവർ ആണെങ്കിലോ ഇവരെല്ലാവരും മദ്യപിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ട്രെവർ ഓക്കെ എനിക്കും അതേ കാര്യം തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് ഇവരോട് സംസാരിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അവനും ഇരുട്ടിലേക്ക് തന്നെ നടന്നു പോവാണ്. ഇവിടെ ജോയി ആണെങ്കിൽ ടെന്റിനകത്ത് കിടന്നിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കാൻ നോക്കുന്നുണ്ട്.
പക്ഷേ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെസ്സേജ് അയക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ഫോൺ നോക്കിയിട്ട് അവള് കിടന്ന് ഉറങ്ങുന്നതും കുറെ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ട്രെവർ ഇവരെല്ലാവരും വിളിക്കുന്നൊരു ശബ്ദം കേൾക്കുന്നു. ഹേയ് ഗ്രേ, പെട്ടെന്ന് ഇവിടേക്ക് വാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇത് കേട്ട ജോയിയും ബാക്കി എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ട്രെവർ വിളിച്ച ആ ഒരു ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ വാൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ തലയിൽ പരിക്ക് പറ്റിയിട്ട് അവൾ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇവര് വന്ന് അവളെ പിടിക്കുന്നതും ഇപ്പോൾ ട്രെവർ പറയും, ഇല്ല അവളുടെ കാല് സ്ലിപ്പായിട്ട് ദേ ഈ കല്ലിലേക്ക് വന്ന് തലയിടിച്ചു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജോയി അവളുടെ തല പരിശോധിക്കുകയാണ്. എന്നിട്ട് അവിടെ അനങ്ങാതെ തന്നെ കിടക്കാൻ പറയും. അപ്പോൾ ഗ്രേ ട്രെവറിനോട് പറയും, ഹേ ട്രെവർ, നീ ഓടി ചെന്നിട്ട് ഫസ്റ്റ് എയ്ഡ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ട്രെവർ ഓടി അവിടേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ വാൻ ഇവരോട് പറയുന്നുണ്ട്, അവൻ എന്നെ പിടിച്ചു, അവൻ എന്നെ പുറകിൽ നിന്ന് കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ അവൻ കാരണമാണ് അവൾ താഴെ വീണ് തലയിടിച്ചത്. ട്രെവർ അപ്പോൾ ഇവളെ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുമല്ല അവൻ തിരിച്ചു വരാനായിട്ട് അനുവദിക്കരുതെന്നും കൂടി പറയുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് തന്നെ ട്രെവർ ഫസ്റ്റ് എയ്ഡ് കിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അതുപോലെ ട്രെവറിനോട് ഗ്രേ ചോദിക്കും, അല്ല ആ ഒരു സാറ്റലൈറ്റ് ഫോൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ട്രെവർ പറയും, ഇല്ല അത് കാണുന്നില്ല, ഞാൻ എല്ലായിടത്തും നോക്കിയെന്ന് പറയുമ്പോൾ ജോയി ചോദിക്കും, ഗ്രേ ഇവിടെ നിന്നും ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോട്ടെ, നമ്മൾ എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഗ്രേ പറയുന്നത്, ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് എന്തായാലും കഴിയത്തില്ല, ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു റേഞ്ചർ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്ക് നമുക്ക് കൊണ്ടുപോകാന്ന് പറയും. അപ്പോൾ ജോയി ചോദിക്കും, അവിടേക്ക് ചെല്ലാനായിട്ട് എളുപ്പമാർഗ്ഗം ഏതാ, എത്ര മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാട്ടിലൂടെ പോവുകയാണെങ്കിൽ ഒരു അര ദിവസമെങ്കിലും വേണ്ടി വരും, നദിയിലൂടെ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്താന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നദിയിലൂടെ തന്നെ പോകുന്നു, കാരണം അവളുടെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതിയാവും, നമുക്ക് ഈ മാർഗം തന്നെ ചൂസ് ചെയ്യാന്നും പറഞ്ഞ് ഇവരവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ആ ഒരു ബോട്ടിലേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ ബോട്ടും എടുത്ത് നദിയിലൂടെ തന്നെ പോവാണ്. അങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർ 2 വശങ്ങളിലും വിളിച്ചു ചോദിച്ചിട്ട് ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് വാൻ കരീസയെ അടുത്തേക്ക് വിളിച്ചിട്ട്, ഹേയ് കരീസ, നിനക്ക് ഓർമ്മയുണ്ടോ, ഇതിനു മുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ എപ്പോഴും എന്നോടൊപ്പം സഹായത്തിനുണ്ടാവും, നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയപ്പോഴും നീ എന്നെ സഹായിച്ചത്, അതുപോലെ എന്നെ നീ രക്ഷിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ കരീസ പറയും, അതെ നിനക്ക് ഒരു കുഴപ്പമില്ലാതെ നിന്റെ വീട്ടിൽ ഞാൻ എത്തിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വാൻ വിറയ്ക്കുന്നു. എന്താന്ന് വെച്ചാൽ ഈ തണുപ്പത്ത് എന്തോ സംഭവിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ കിടന്ന് വിറയ്ക്കുമ്പോൾ ജോയി അടുത്തേക്ക് വന്ന് അവളെ പിടിച്ച്, ഇല്ല കുറച്ചു നേരം അവളെ പിടിച്ചെടുത്തിയാൽ മതി, ഒരു കുഴപ്പമുണ്ടാവത്തില്ല എന്ന് പറയുന്നതും വാനിന്റെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഗ്രേയോട് ചോദിക്കും, ഗ്രേ ഇനി എത്ര സമയമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇനി 1 മണിക്കൂർ കൂടി പോകണമെന്ന് പറയുന്നതും ഗ്രേ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ നമ്മുടെ വാനിനെ എന്തെങ്കിലും സംരക്ഷിച്ചേ പറ്റൂ, അവൾക്ക് എന്തായാലും തണുപ്പ് സഹിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഈ ബോട്ടിനകത്തെ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടല്ലോ അതിനകത്ത് അവൾ വെച്ചങ്ങ് മൂടാണ്, വെള്ളമൊന്നും ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവരെയും റെഡിയാക്കിയിട്ട് ഗ്രേ പറയും, ഓക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെ ലെഫ്റ്റും റൈറ്റും നമ്മൾ നല്ലതുപോലെ തുഴഞ്ഞേ മതിയാവും, എന്നാലേ കറക്റ്റായിട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ഗ്രേ ഇവർക്ക് ആ ഒരു ഡയറക്ഷൻ മാറ്റുന്ന കാര്യം ഓരോ തവണയും പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ഇവർ ലെഫ്റ്റും റൈറ്റും തുഴഞ്ഞാണ് ആ ഒരു ഒഴുക്കുണ്ടല്ലോ അതിനെ മറികടന്ന് പോകുന്നത്. അങ്ങനെ കുറേ നേരം അതുപോലെ തന്നെ സേഫായിട്ട് ലെഫ്റ്റും റൈറ്റും തുഴഞ്ഞ് ഒരിടത്തേക്ക് എത്തുമ്പോഴത്തേക്കും ട്രെവറിനോട് പറയും, ട്രെവർ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തുഴയാൻ പറയുമ്പോൾ അവനാണെങ്കിൽ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുന്നതും പെട്ടെന്നൊരു പാറയിലേക്ക് കൊണ്ടിടിച്ചിട്ട് ഇവരുടെ ബോട്ട് മൊത്തത്തിലെ വെള്ളത്തിലേക്ക് അങ്ങ് മറിഞ്ഞു വീഴും. എല്ലാവരും വെള്ളത്തിലേക്ക് വന്ന് വീണു. അങ്ങനെ ഓരോരുത്തരെയും രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കല്ലായിട്ട് ഇങ്ങനെ പിടിച്ചു കിടക്കും. നമ്മുടെ ജോയി ആണെങ്കിലോ നീന്തി വന്നിട്ട് ഒരു കല്ലേക്ക് പിടിച്ചു കിടന്ന് ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വാനുണ്ടല്ലോ അവളിങ്ങനെ ഒഴുകി പോവാണ്. ഗ്രേ പെട്ടെന്ന് വന്ന് തന്നെ അവളെ പിടിച്ചിട്ട്, ഏയ് നിനക്കൊരു കുഴപ്പമില്ല, നിന്നെ ഞാൻ പിടിച്ചു എന്നും പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും നീന്തി കരയിലേക്ക് കയറും. സോറി, അതിലെ നമ്മുടെ കരീസ് ഉണ്ടല്ലോ അവൾ മാത്രമേ കണ്ടു കിട്ടിയിരുന്നില്ല, ബാക്കി 3 കരയിലേക്ക് വന്നു. ഇപ്പോൾ ജോയി ആണെങ്കിലോ വാനിന് CPR കൊടുക്കാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കരീസ കരയുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഗ്രേ പെട്ടെന്ന് ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ട്രെവർ അവിടെ കിടന്നിട്ട് കരീസ വെള്ളത്തിൽ ഒഴുകി കിടക്കാണ്. അവളുടെ അടുത്തേക്ക് കിടന്ന് ഹേയ് എന്റെ കൈ പിടിക്കാൻ പറയുമ്പോൾ ഗ്രേ പുറകെ വന്നിട്ട് ട്രെവറിനെ പിടിക്കും. പക്ഷേ കരീസയ്ക്ക് ട്രെവറിന്റെ കയ്യിലേക്ക് പിടിക്കാണ്ട് പാട്. വേറെ ഒന്നല്ല, അവന്റെ മുഖം കണ്ടിട്ട് അവൾക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ വേറെ വഴിയില്ലല്ലോ, അവന്റെ കൈ പിടിച്ചിട്ട് ഇപ്പോൾ കരീസയെ വലിച്ച് മുകളിലേക്കാക്കും. അപ്പോഴേക്കാണ് ജോയി ഗ്രേയെ പിടിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വാനും ട്രെവറും തമ്മിലുള്ള ആ ഒരു വിഷയമുണ്ടല്ലോ, അവൻ അവളെ എന്തോ ചെയ്യാണ്ട് ശ്രമിച്ചിരുന്നു, അത് കാരണമാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചത്. അതേപോലെ തന്നെ ഈ ബോട്ട് മറിയാൻ കാരണവും ട്രെവറാണ്. അത് ഞാൻ കണ്ടു, അവനൊന്നും ചെയ്യാതിരിക്കുന്നത്, നമ്മളെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് അവൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഗ്രേ പറയും അവനൊന്നും അങ്ങനെ ചെയ്തു കാണത്തില്ല എന്ന് പറയുമ്പോൾ ജോയി പറയും വാൻ ഞങ്ങളോട് പറഞ്ഞതാണ്, അവൾക്ക് മറ്റാരോടും ഇത് പറയാനായിട്ട് പേടിയായതുകൊണ്ടാണ് ആരോടും പറയാഞ്ഞത് എന്ന് പറയുമ്പോൾ ട്രെവർ പെട്ടെന്ന് ഇവരുടെ ഇടയിലേക്ക് കയറി വന്ന് ഹേ ഗൈസ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് അന്ന് രാത്രി നമ്മുടെ വാനിന്റെ ശരീരം ഇവർ എങ്ങനെയെങ്കിലും ചൂടാക്കി എടുക്കാണ്. അത് കഴിഞ്ഞ അടുത്ത ദിവസം വീണ്ടും ഇവർ ആ ഒരു ബോട്ടും എടുത്ത് ഈ പുഴയിലൂടെ തന്നെ തുഴഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കുറെ നേരം തുഴഞ്ഞ് ഈ റേഞ്ചർ സ്റ്റേഷൻ എത്താറാകുമ്പോഴത്തേക്കും ട്രെവറിന്റെ മുഖത്ത് ആ ഒരു ടെൻഷനുണ്ട്, അത് അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇവർ ഒരു വിധത്തിൽ ആ ഒരു പുഴയിൽ നിന്നും കരയിലേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു റേഞ്ചർ സ്റ്റേഷനിലേക്ക് പോകണമല്ലോ,
അപ്പോൾ സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ഗ്രേയും ട്രെവറും ഈ ഒരു റേഞ്ചർ സ്റ്റേഷൻ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു. അങ്ങനെ കാടിനുള്ളിലൂടെ ഇവർ രണ്ടുപേരും ഓടിപ്പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ട്രെവർ ഗ്രേ അവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തും. എന്നിട്ട് ട്രെവർ പറയും, ഓക്കെ ഇപ്പൊ ഞാനാണ് കുറ്റവാളി എന്നാണ് അവർ പറയുന്നത്, അതെനിക്ക് റെഡിയാക്കിയേ മതിയാവൂ, നീ എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ ഗ്രേ പറയും, ഓക്കെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇപ്പോൾ അതല്ല നമുക്ക് പ്രധാനം, നമുക്ക് അവിടേക്ക് പോകാന്ന് പറയുമ്പോൾ ട്രെവർ പിന്നെയും പിടിച്ചു നിർത്തിയിട്ട്, ഇല്ല ഇതെനിക്ക് ശരിയാക്കിയേ മതിയാവും, ഇനിയും എനിക്ക് 3 വർഷം ജയിലിൽ പോയി കിടക്കാനായിട്ട് താല്പര്യമില്ല, ഈ 3 വർഷം ഞാൻ കിടന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, അത് നിനക്കും അറിയാം, ഇനി എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഗ്രേ പറയും, ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ആ ഒരു റേഞ്ചർ സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആരുമില്ല, അത് പൂട്ടിയിട്ടേക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഇത് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്, അതിൽ നിന്നൊരു റേഞ്ചറും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഗ്രേയും ട്രെവർ ഓടി വന്നിട്ട് ഇതേപോലെ അവിടെ നടന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ കൂട്ടത്തിൽ വന്നൊരു ക്ലയന്റിന് അപകടം സംഭവിച്ചു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ വിളിക്കാൻ പറയുമ്പോൾ അങ്ങനെ ആ ഒരു ഓഫീസറും അകത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ട്രെവർ പെട്ടെന്ന് അതങ്ങ് ഓഫ് ചെയ്തിട്ട്, ഇല്ലല്ല ഇപ്പോൾ വിളിക്കണ്ട, ഇപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ബോട്ട് വഴി തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം, അതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രെവർ ഇപ്പോൾ ഫോൺ വിളിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗ്രേ പറയും, ഇല്ല ട്രെവർ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയേ മതിയാവും എന്ന് പറയുമ്പോൾ ട്രെവറിന് പേടി എന്താണ്, ഒരുപക്ഷെ അവളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇവനാണത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവനെ വീണ്ടും ജയിലിൽ കൊണ്ടടയ്ക്കും, ആ പേടിയിലാണ് ഇവൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവൻ അതുപോലെ ചെയ്യുമ്പോൾ ആ ഒരു ഓഫീസറിന് ട്രെവറിന്റെ മേളിൽ എന്തോ സംശയം വന്നിട്ട് ട്രെവർ ഇപ്പോൾ ആ ഒരു ഓഫീസറിനെ തട്ടി മാറ്റുന്നതും ഓഫീസർ വിട്ടുന്നത് തന്റെ കയ്യിലുള്ള തോക്കങ്ങ് പുറത്തേക്ക് എടുക്കും. അപ്പോൾ ട്രെവർ ഓക്കെ സോറി എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് പോയി ഇപ്പോൾ ട്രെവർ പെട്ടെന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതും പോലീസുകാരെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ട്രെവറും ആ ഒരു ഓഫീസറും നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് ഗ്രേ ആണെങ്കിലോ ഹേ ഗായ്സ് നിർത്താനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം ട്രെവർ അവിടെ അലമാരയിൽ വെച്ചിരിക്കുന്ന ഒരു കത്തിയുണ്ട്, അത് പുറകിലൂടെ എടുത്ത് ഈ ഓഫീസറിന് ഒരു ഒറ്റ കുത്ത്. അപ്പോൾ ട്രെവർ പറയും, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ റേഞ്ചർ ഓഫീസർ ഉണ്ടല്ലോ അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോൾ ഗ്രേ പറയും, ട്രെവർ ഇപ്പൊ ആ ഒരു ഹെലികോപ്റ്റർ വന്നിരുന്നെങ്കിൽ വാനിനെ നമുക്ക് രക്ഷിക്കായിരുന്നു, നീ ഒരിക്കലും കുറ്റവാളി ആവത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ട്രെവർ പെട്ടെന്ന് ആ ഒരു ഫോൺ ഉണ്ടല്ലോ അത് ഇടിച്ചങ്ങ് നശിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യാം, നമുക്ക് മറ്റൊരു വഴിയുണ്ടെന്നും പറഞ്ഞ് ആ ഒരു റേഞ്ചർ ഓഫീസറിനെ അയാളുടെ വണ്ടിയിലേക്ക് ഇരുത്തി ആ വണ്ടി കത്തിച്ചിട്ട് രണ്ടുപേരും തള്ളിക്കൊണ്ടുവന്ന് അടുത്തൊരു കുഴിയുണ്ട് അതിലേക്ക് തള്ളിയിടുന്നതും ആ ഒരു വണ്ടി അവിടെ വെച്ച് തീ പിടിച്ച് നശിക്കുകയാണ്. ആ റേഞ്ചർ ഓഫീസറിന്റെ ശരീരം കത്തി നശിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും കുറെ നേരമായിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്നു, അവർ വരാൻ സമയമായെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഗ്രേയും ട്രെവറും അവിടേക്ക് ഓടി വരികയാണ്. അപ്പോൾ അല്ല ഹെലികോപ്റ്റർ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ട്രെവർ പറയും, ഇല്ല ഹെലികോപ്റ്റർ എന്തായാലും വരാൻ പോകുന്നില്ല, നമുക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഗ്രേ പറയും, അതെ നമ്മൾ എന്തായാലും വീണ്ടും ഈ പുഴയിലൂടെ തന്നെ വടക്ക് വശത്തേക്ക് പോവാണ്, അവിടുന്ന് നേരെ കാനഡയിലേക്ക് ചെല്ലും, അങ്ങനെയാണെങ്കിൽ പെട്രോളിംഗും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ട്രെവറിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു തോക്ക് കണ്ട് കരീസ പേടിക്കുന്നുണ്ട്. അപ്പോൾ ജോയ്ക്കൊന്നും മനസ്സിലാവാതെ അല്ല ആ റേഞ്ചർ ഓഫീസർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ട്രെവർ പറയും അയാൾ മരിച്ചു. അപ്പോൾ ജോയ് പറയും, ഇല്ല വാനിനെ ഇനിയും വെള്ളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവൾ എന്തായാലും മരിക്കും, അത് നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രെവർ പറയുന്നത്, അതെ എനിക്കത് ഓക്കെ അല്ല, എന്നെ നിങ്ങൾ കാനഡയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ട്രെവറിന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാനഡയിലേക്ക് പോകാന്ന് ഗ്രേ പറയുന്നത്. കാരണം ഇവന്റെ കയ്യിൽ തോക്കുകൊണ്ട് ഇവർക്കത് കേൾക്കാതിരിക്കാനും കഴിയാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ വീണ്ടും ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും കുറേ നേരം ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, നമ്മുടെ വാനിനെ അധികം നേരം ആ ഒരു മുറിയും കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല, അവള് വെള്ളത്തിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. ഇപ്പൊ അവളുടെ കണ്ണ് കരീസ മൂടുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇവർ ആ ഒരു പുഴയിലൂടെ തന്നെ പോകുന്നു. ഇത്തവണ എന്തായാലും രണ്ടുപേരും ജോയും കരീസയും ആ ഒരു ബോട്ട് തുഴയുന്നില്ല, ഗ്രേ മാത്രമാണ് ബോട്ട് തുഴയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു വലിയ പാലം എത്തുന്നു, അതിന് മുകളിലൂടെ ഒരു ഹൈക്കർ നടന്നു പോകുന്നത് നമ്മുടെ ജോയ് കാണും. അപ്പൊ താഴെ നിന്ന് പെട്ടെന്ന് സഹായത്തിനായിട്ട് വിളിക്കാനും കഴിയത്തില്ല, കാരണം ട്രെവറിന്റെ കയ്യിൽ ആ ഒരു തോക്ക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ജോയ് എന്താ ചെയ്യുന്നറിയോ, അവളുടെ കയ്യിൽ ഒരു ലൈറ്റർ ഇരിപ്പുണ്ട്, അത് പതിയെ പുറത്തേക്ക് എടുത്ത് ഈ സൂര്യപ്രകാശം ഇതിലേക്ക് തട്ടിച്ചിട്ട് ആ ഒരു ഹൈക്കറിന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കും, അതിന് ട്രെവർ കാണാതെ. അപ്പൊ ആ ഹൈക്കർ വിട്ടുന്ന ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവരെ കണ്ട്, ഹേയ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ട്രെവർ വിട്ടുന്ന തിരിഞ്ഞിട്ട്, ഹേയ് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ്. അപ്പോൾ ഹൈക്കർ ചോദിക്കും, അല്ല ആ ബോട്ടിൽ കിടക്കുന്ന പെണ്ണിന് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ട്രെവർ പറയും, ഇല്ല അവൾക്ക് ചെറിയൊരു വീഴ്ച സംഭവിച്ചു, ഞങ്ങളോടൊപ്പം ഒരു ഡോക്ടറുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹൈക്കർ ചോദിക്കും, ഇല്ല ഞാൻ അടുത്തുള്ളൊരു ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ട്രെവർ പറയും, ഇല്ല ഈ വളവിൽ ഞങ്ങളുടെ ഒരു കാർ കിടപ്പുണ്ട്, അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൊയ്ക്കോളാന്ന് പറയുന്നതും ഇപ്പൊ ആ ഒരു ഹൈക്കർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ നടന്നങ്ങ് പോവാണ്. അവൻ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഗ്രേ ചോദിക്കുന്നത്, അല്ല ആ ഹൈക്കറിനോട് പറഞ്ഞിരുന്നെങ്കിൽ സഹായത്തിനായിട്ട് ആരെങ്കിലും ഇവിടേക്ക് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ ട്രെവർ പറയും, ഇല്ല അവൻ എന്തായാലും അവിടെ പോയിട്ട് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കും, എനിക്കറിയാം അവൻ അപ്പോഴേ വെടിവെച്ച് കൊന്നാ മതിയായിരുന്നു എന്നെല്ലാം അവൻ പറയുന്നുണ്ട്.
അതുകൊണ്ട് ആ ഒരു ഹൈക്കറിന്റെ അടുത്തേക്ക് ബോട്ട് തിരിക്കാൻ പറയുമ്പോൾ ഗ്രേ ഒരിക്കലും അത് ചെയ്തില്ല എന്ന് പറയും. എന്നിട്ട് ഗ്രേ പറയുന്നുണ്ട്, നിന്റെ കയ്യിലാണ് തോക്കുള്ളത്, നീ പറയുന്നത് പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിനക്കിനി കാനഡയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇത് ഒരുമിച്ച് ചെയ്തേ മതിയാവൂ. അതുമല്ല, അവൻ എവിടെയെങ്കിലും സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കാൻ പോകുന്നെങ്കിലും നമ്മളിപ്പോൾ ഈ പുഴയുടെ മറ്റൊരു വശത്തേക്ക് പോകാൻ പോവാണ്. അവിടെ ആരും വരാൻ പോകുന്നില്ല. അവിടെ വെച്ചിട്ട് ഇവളുടെ ശരീരം മറവ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞ് ഇപ്പൊ ജോയിയോടും കരീസയോടും ഈ ബോട്ട് തുഴയാൻ പറയും. അങ്ങനെ അവരും കൂടി എടുത്ത് തുഴഞ്ഞ് അവസാനം ബോട്ട് കൊണ്ട് എത്തിക്കുന്നത് ഈ ട്രാവൽ ചെയ്യുന്ന ആരും വരാത്തൊരു സ്ഥലത്തേക്കാണ്. അങ്ങനെ ആ കാടിനുള്ളിലേക്ക് വാനിന്റെ ശരീരം ഇവർ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഒരു വലിയ കുഴിയും ഇവരെടുക്കുന്നുണ്ട്. കുഴിയെടുക്കുന്ന ഓരോ സമയം കരീസ അവിടെ ഇരുന്ന് കരയാണ്. ഇവർ രണ്ടുപേരാണല്ലോ പലയിടങ്ങളിലായിട്ട് യാത്ര പോകുന്നതല്ല. ഇനിയാണെങ്കിലോ നമ്മുടെ വാനുമില്ല. അങ്ങനെ വാനിന്റെ ശരീരം അവിടെ കുഴിച്ചു മൂടി. അത് കഴിഞ്ഞ് ആ കാടിനുള്ളിലൂടെ തന്നെ ഇവർ നടന്നു പോകുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ട്രെവർ ഗ്രേയോട് പറയും, എന്റെ തോക്കെപ്പോ പിടിച്ചു വാങ്ങാൻ ആലോചിക്കുകയാണോ നീ? പിന്നെ നിന്റെ സഹോദരൻ അത്ര നല്ല ഒരാളൊന്നുമല്ല, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജയിലിൽ പോയത്, അത് നിനക്ക് പോലും അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് ആ ഒരു സംഭവത്തെ പറ്റി ജോയിയോട് പറഞ്ഞുകൊണ്ടുവരും. പക്ഷേ ഗ്രേ ഒരിക്കലും അവനോട് ആവശ്യപ്പെട്ടിരുന്നില്ല അവന് വേണ്ടി ജയിലിലേക്ക് പോകാനായിട്ട്. ഗ്രേയെ പിടിക്കാനായിട്ട് പോലീസ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ട്രെവർ ആയിരുന്നു. അതുകൊണ്ട് അവൻ പിടികൊടുത്തു. കാരണം ഞാൻ നിന്റെ സഹോദരനാണെന്നല്ല ട്രെവർ ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഗ്രേക്കാണെങ്കിലോ നല്ല ദേഷ്യവും വരുന്നു. അതുപോലെ ഇവരെല്ലാവരും ഒരേ കുടുംബമാണ്. നമ്മുടെ ട്രെവറിനാണെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെ ആരുമില്ല. ജോയിനെ സ്വന്തം സഹോദരിയായിട്ടാണ് അവൻ കണ്ടിരുന്നത് എന്നല്ല ഇവരോട് പറഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് പോകുന്നു. അങ്ങനെ രാത്രിയാവുന്നതും ഇവരെല്ലാവരും ഓരോരുത്തിരിക്കുമ്പോഴത്തേക്കാണ് ട്രെവർ ഉണ്ടല്ലോ, ജോയി, ഗ്രേ, കരീസ ഇവരുടെ 3 പേരുടെയും കൈ കെട്ടിയിടും. കാരണം അവനെയൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു പുതപ്പ് എടുത്ത് നമ്മുടെ ജോയിനെ മൂടിയിട്ട് അവൻ മാറി കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ജോയി ഗ്രേയോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ അവൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നില്ലേ? നിനക്ക് വേണ്ടിയിട്ടാണോ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ, ആ ഒരു സമയത്ത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ ജോയി പറയും, അപ്പോൾ ഇപ്പോഴും അവൻ പറയുന്നതാണോ നീ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഗ്രേ പറയും, അവന്റെ കയ്യിൽ തോക്ക് കണ്ടില്ലേ, അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ജോയി മറ്റൊരു കാര്യം പറയുന്നത്. ഇവരെല്ലാവരും കുട്ടികളായിട്ടിരിക്കുമ്പോൾ ജോയിക്ക് 15 വയസ്സുള്ള സമയത്ത് ട്രെവർ അവളെ ഉപദ്രവിച്ചിട്ടുള്ള കാര്യം ഇപ്പോൾ ഗ്രേയോട് പറയുന്നതും ഗ്രേ പറയും, പക്ഷേ നിനക്കന്ന് അവന് ഇഷ്ടമായിരുന്നെന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് 15 വയസ്സ് മാത്രമായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ ഒരു കാര്യവും ജോയി ഇപ്പോൾ പറയുന്നുണ്ട്. അതും ആ സമയത്ത് ഗ്രേ നല്ലതുപോലെ കുടിച്ചതുകൊണ്ട് തന്നെ ഗ്രേയ്ക്കും അവനെ അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജോയി ഗ്രേയോട് പറയുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് വരുന്നത്. എന്താന്ന് വെച്ചാല് നേരത്തെ ഇവരെ കണ്ടിരുന്ന ആ ഒരു ഹൈക്കർ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഇവരുള്ള സ്ഥലത്തേക്ക് വന്നു. ട്രെവറിന് എന്തോ സംശയം തോന്നിയിട്ട് അവൻ ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ ട്രെവർ അവിടെ ഉറങ്ങി കിടക്കുന്നതും ആ ഹൈക്കർ പതിയെ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിലുള്ള തോക്ക് പതിയെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ട്രെവർ അവർ തോക്കിൽ മുറുകെ പിടിച്ചതുകൊണ്ട് തന്നെ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹൈക്കർ അവിടെ നിന്നും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്നും പറഞ്ഞ് ഇവരുടെ കയ്യിൽ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് പുറകിലൂടെ വന്ന് ട്രെവർ ഉണ്ടല്ലോ തോക്ക് ഉപയോഗിച്ചിട്ട് 2-3 തവണ ഷൂട്ട് ചെയ്ത ആ ഒരു ഹൈക്കറിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. എന്നിട്ട് ട്രെവർ ദേഷ്യപ്പെട്ട് ആ ഒരു ഹൈക്കറിനിട്ട് ചവിട്ടും. എന്നിട്ട് പറയും, ജോയ്, നീയാണ് ഇവനെ വിളിച്ചത്, നീ വിളിച്ചിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും പറഞ്ഞ് ജോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഗ്രേ വിടുന്ന് ട്രെവർ, ഇല്ല, അവളെയൊന്നും ചെയ്യരുത്, അവളെ നമുക്ക് ആവശ്യമുണ്ട്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവളും വേണം, ഞാൻ ഇപ്പോഴും നിന്നോടൊപ്പം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ജോയിനെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആ ഒരു ഹൈക്കർ ഉണ്ടല്ലോ അവന്റെ ശരീരവും അവിടെ തന്നെ ഒരിടത്ത് മൂടിയങ്ങിടും. അങ്ങനെ മൂടിയിടുമ്പോഴത്തേക്കും നമ്മുടെ കരീസ ആ ഹൈക്കറിന്റെ പോകറ്റിൽ നിന്നും ഒരു കത്തി ഇടുന്നുണ്ട്, ചെറുത്. അതാരും കാണാതെ എടുത്തു വയ്ക്കും. ഇത് നമ്മുടെ ജോയിയും കാണും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു ബോട്ടിനടുത്തേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയിട്ട് അതുവഴി തുഴഞ്ഞു പോവാണ്. അങ്ങനെ പോകുമ്പോൾ ജോയിയുടെയും കരീസയുടെയും കൈ അവൻ കെട്ടിവെച്ചേക്കാണ്. കുറേ നേരം ഗ്രേ തുഴഞ്ഞിട്ട് അവനോട് പറയുന്നുണ്ട്, നീ അവരുടെ 2 പേരുടെയും കയ്യിലെ കെട്ടഴിക്കണം. അപ്പോൾ ട്രെവർ പറയും, ഇല്ല, അത് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഗ്രേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ കൂടി കഴിഞ്ഞാൽ നല്ലൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 പേരും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് കെട്ടഴിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രെവർ പറയും, ഇല്ല, ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള നീ, നിനക്കറിയാം ആ ഒരു പുഴയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന്, അതുകൊണ്ട് നീ തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഗ്രേ അപ്പോഴും പറയുന്നുണ്ട്, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറയുന്നതും അവൻ അപ്പോഴും കേൾക്കുന്നില്ല. അപ്പോൾ ഗ്രേ പറയും, ഓക്കെ, എന്തു വന്നാലും നീ തന്നെ നോക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കരീസ ആ കത്തിയുണ്ടല്ലോ അത് പതിയെ ഇവൻ കാണാതെ എടുത്തിട്ട് ഈ ബോട്ടിന്റെ ഒരു വശത്ത് ഈ കത്തി കൊണ്ടങ്ങ് കൊത്തും. അപ്പൊ പെട്ടെന്ന് ഈ ഒരു കാറ്റ് പോകുമ്പോഴത്തേക്കും ട്രെവർ അത് കണ്ടിട്ട്, ഏയ്, ഈ ബോട്ടിലെ ഹോൾ വീണിട്ടുണ്ടോ, നീയാണോ അത് ചെയ്തത് എന്ന് കരീസയോട് ചോദിക്കുമ്പോൾ അവൾ അല്ലാന്ന് പറയും. അതുപോലെ സമയവും കുറെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ട്രെവർ ഈ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുമ്പോഴത്തേക്കും ട്രെവർ ഇപ്പോൾ ഗ്രേയോട് പറയുന്നുണ്ട്, ഓക്കെ, ഈ ബോട്ട് നമുക്ക് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഗ്രേ എന്താ ചെയ്യുന്നത് വെച്ചാല് ബോട്ട് ശരിയാക്കാനായിട്ട് ആ ഒരു ബാഗ് അങ്ങനെ തുറന്ന് അവിടെയാണ് ഒരു കാര്യം, ഗ്രേയുടെ കയ്യിൽ ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു.
അതെടുത്ത് ട്രെവറിന്റെ കണ്ണിലേക്ക് ഒരു ഒറ്റയാടി. എന്നിട്ട് ഓടി വന്ന് ട്രെവറിനെ പിടിച്ച് താഴെ കിട്ടിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കാണ്. പക്ഷെ ട്രെവർ വിടുന്നില്ല. അങ്ങനെ തോക്കിടിച്ച് താഴേക്ക് വീഴുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പിടിയും വലിയായിട്ട് നേരെ വെള്ളത്തിലേക്ക് വീഴും. അങ്ങനെ അവിടെ കിടന്നിട്ട് കുറച്ചു നേരം ഫൈറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ട്രെവർ മുകളിലേക്ക് ഓടി വന്ന് ആ ഒരു തോക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഗ്രേ പുറകെ വന്ന് അവനെ പിടിക്കുകയാണ്. അപ്പൊ കരീസയാണെങ്കിലോ ബോട്ടിലിരുന്നിട്ട് നമ്മുടെ ജോയിയുടെ കയ്യിൽ ആ ഒരു കെട്ടഴിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നു. അപ്പൊ ജോയി കരീസയോട് പറയുന്നുണ്ട്, കെട്ടഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കാതെ ഓടിക്കോണം, ഒരിടത്ത് നിൽക്കരുതെന്നും പറഞ്ഞ് രണ്ടുപേരും കെട്ടഴിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം. ഇവിടെയാണെങ്കിൽ ഈ തോക്കിന് വേണ്ടി രണ്ടുപേരും അവിടെ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കരീസയും ജോയിയും കുറെ ദൂരം ആ കാട്ടിനുള്ളിലേക്ക് ഓടുമ്പോഴത്തേക്കാണ് ഇവിടെ തോക്ക് ഫയർ ആവുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും അവിടെ നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് തിരിയുമ്പോൾ ട്രെവർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഗ്രേക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയി പറയും ഇല്ല നിൽക്കണ്ട പോവാൻ പറയുന്നതും ഇവർ രണ്ടുപേരും വീണ്ടും മുന്നിലേക്ക് ഓടുമ്പോൾ ട്രെവർ ആണെങ്കിൽ ഇവരുടെ പിറകെ വരുന്നുണ്ട്. കുറെ ദൂരം ഓടുമ്പോഴത്തേക്കും കരീസ താഴെ വീഴുന്നതും ഇപ്പോൾ ട്രെവർ ഇവരുടെ അടുത്തേക്ക് എത്താറായി. അതുകൊണ്ട് ജോയി എന്താ പറയുന്നത് വെച്ചാല് നമുക്ക് രണ്ടുപേർക്കും രണ്ട് വശങ്ങളിലേക്ക് ഓടാന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വശങ്ങളിലായിട്ട് ഓടാൻ തുടങ്ങും. അങ്ങനെ ട്രെവറിനും എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവസാനം ട്രെവർ തീരുമാനിക്കുന്നത് ജോയിയുടെ കൂടെ പോകാനായിട്ടാണ്. അങ്ങനെ ജോയിയുടെ പിറകെ അവൻ ഓടി പോകുന്നതും ജോയി എന്താ ചെയ്യുന്നറിയോ, ഓടി ഓടി വന്നിട്ട് ഇവിടെ ഒരു ഉയരമുള്ള ഭാഗമുണ്ട്, അതിന് മുകളിലേക്ക് കയറി അവിടുന്ന് നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. ട്രെവറിനാണെങ്കിലോ അതുപോലെ അവളുടെ കൂടെ ചാടാനായിട്ട് ധൈര്യമില്ല. അതുകൊണ്ട് അവൻ കരയിൽ നിന്നിട്ട് അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ബുള്ളറ്റ് കൊള്ളുന്നില്ല. അങ്ങനെ ജോയി അവിടെ നിന്ന് നീന്തി നേരെ വരുന്നത് നമ്മുടെ ഗ്രേയുടെ അടുത്തേക്ക്. അപ്പൊ ഗ്രേയുടെ വയറിലാണ് ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളത്. ഇത് കാണുന്ന ജോയി പറയും ഓക്കെ നിനക്ക് എന്തായാലും വരാൻ കഴിയും എന്നും പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവനെ എടുത്ത് ആ ഒരു ബോട്ടിലേക്ക് കയറ്റും. കാരണം നേരത്തെ തന്നെ ഗ്രേ ആ ബോട്ടിന്റെ ഹോൾ അടച്ചെന്ന് തോന്നുന്നു. ഇതേ സമയം ട്രെവർ ആണെങ്കിലോ കാടിനുള്ളിൽ നിന്നും ഇവിടേക്ക് തന്നെ ഓടി വരാണ്. അവൻ അറിയാം എന്തായാലും ജോയി ഗ്രേയുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. അങ്ങനെ അവൻ ഓടി വരുന്നത് എന്തോ ഭാഗ്യത്തിന് അതിന് മുന്നേ തന്നെ ജോയി ഗ്രേയെ ആ ഒരു ബോട്ടിലേക്ക് കയറ്റിയിട്ട് ഈ പുഴയിലൂടെ തന്നെ പോകുന്നു. ട്രെവർ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഇവര് കുറെ ദൂരെ എത്തി. അവൻ ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കൊള്ളുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ട്രെവറിനാണ് എന്തോ ഒരു ഭാഗ്യമുള്ളത്. അങ്ങനെ ജോയി ഈ ബോട്ടിലിരുന്നിട്ട് നമ്മുടെ ഗ്രേയുടെ മുറിവെല്ലാം വെച്ച് കെട്ടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടെ ട്രെവറിനടുത്ത് കാണിക്കുമ്പോൾ അവന് വീണ്ടും എന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാല് രണ്ടുപേര് കയാക്കുമായിട്ട് അതിലേ വരുന്നുണ്ട്. അപ്പോൾ ട്രെവർ അവരെ നിർത്തിയിട്ട് അവരോട് എന്തോ സഹായം ചോദിക്കും. അപ്പൊ ഇവിടെ ജോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ട്രെവർ നിൽക്കുന്ന ഭാഗത്ത് ബുള്ളറ്റ് ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ചാല് കയാക്കിൽ വന്ന രണ്ടുപേരെ അവൻ ഷൂട്ട് ചെയ്ത് കൊന്നു. അപ്പോൾ ഗ്രേ പറയും ഇല്ല അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് എല്ലാം വേണമെന്ന് പറയുമ്പോൾ ജോയി അതുപോലെ അവന്റെ തലയിലും അതേപോലെ തന്നെ ജോയിയും ഒരു ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയും നീ എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്നും എന്തായാലും ഞാൻ കരയിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞ് ഇപ്പൊ ഗ്രേ പറയുന്നത് പോലെ ജോയി തൊടയാണ്. അതേസമയം ട്രെവറിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിലോ ആ ഒരു കയാക്കിൽ ഇവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴും ഗ്രേ പറയുന്നുണ്ട് ആ ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പുറകിൽ കാണിക്കുമ്പോൾ ട്രെവർ ഇവരുടെ അടുത്ത് എത്താറായി. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു, പക്ഷെ കൊള്ളുന്നില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വെള്ളച്ചാട്ടം അത് നമുക്കിപ്പോ കാണിച്ചു തരുന്നു. അതുമല്ല നമ്മുടെ ജോയ്ക്കാണെങ്കിലേ ഇത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അവള് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിക്കാൻ അവളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ബോട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴാണ്. അങ്ങനെ ബോട്ട് ചെറിയൊരു വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഗ്രേ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വന്ന് വീഴും. അപ്പോൾ ജോയി ആണെങ്കിലോ അവനെ വിടാതെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് വലിച്ചെടുത്ത് ഒരു വിധത്തിൽ ആ ഒരു ബോട്ടിലേക്ക് കയറ്റുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് പോവാണ്. എന്നിട്ട് ഒരിടത്ത് എത്തുമ്പോൾ ഈ ബോട്ട് ഇവിടുന്ന് മറിഞ്ഞ് ഇവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് വന്ന് വീഴും. ഇപ്പോൾ ജോയിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ നീന്താനായിട്ട് കഴിയും. അതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമുണ്ടാവത്തില്ല. പക്ഷെ ഗ്രേയുടെ അവസ്ഥ അങ്ങനെയല്ല, അവന് നല്ലതുപോലെ നീന്താൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രേ അങ്ങനെ ഒഴുകി ഒഴുകി അവസാനം ആ വെള്ളച്ചാട്ടത്തിന്റെ അറ്റത്തെത്തുന്നതും ഗ്രേ എങ്ങനെയോ ഒരു കല്ലിൽ പിടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. ഈ സമയം കൊണ്ട് ജോയിയും അവിടേക്ക് വന്നിട്ട് ഒരു കല്ലിലേക്ക് കയറി തന്റെ സഹോദരനായിട്ടുള്ള ഗ്രേയെ അവിടെ നിന്ന് വലിച്ച് കരയിലേക്ക് കയറ്റും. എന്നിട്ട് ഹേയ് ഗ്രേ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ നിന്നെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ ട്രെവർ ഉണ്ടല്ലോ അവനിപ്പോ ജോയിയുടെ പുറകെ വന്ന് അവളുടെ വയറിലേക്ക് ഒരു ഒറ്റക്കൊത്ത് എന്നിട്ട് ജോയിനെ പിടിച്ച് താഴേക്കിട്ട് അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളെയും കുത്തി കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കത്തി താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അവള് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് കൈ വെച്ച് ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് കണ്ട ഗ്രേ ആണെങ്കിലോ കുറെ നേരമായിട്ട് അങ്ങനെ തന്നെ കിടക്കല്ലേ, തന്റെ സഹോദരിയും കൂടിയാണ് അവൻ കൊല്ലാൻ പോകുന്നത്. അവന്റെ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു വാശിയില് ഗ്രേ രണ്ട് കൽപ്പിച്ച് വേദനയെ സഹിച്ചങ്ങ് എഴുന്നേൽക്കും. എന്നിട്ട് ട്രെവറിനെ അങ്ങനെ പുറകിൽ വന്ന് പിടിച്ചിട്ട് അവനെ വലിച്ചെടുത്ത് ഈ വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. ട്രെവർ അത്രയും പറയുന്നുണ്ട് വിടുന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവനെ വിടാതെ തന്നെ പിടിച്ചു വെച്ച് ഇപ്പൊ തന്റെ സഹോദരിയെ രക്ഷിക്കാനായിട്ട് ഇതല്ലാതെ വേറെ വഴിയില്ലാതുകൊണ്ട് ഇവര് രണ്ടുപേരും ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീണ് രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജോയ് ആണെങ്കിലോ കൊത്തുകൊണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നു. എന്താന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു പോയ കരീസ ഉണ്ടല്ലോ, അവള് സഹായത്തിനായിട്ട് ആളെ വിളിച്ചിരുന്നു. അവളാണ് ഈ ഹെലികോപ്റ്റർ കൊണ്ട് വരുന്നത്. അങ്ങനെ മുകളിലൂടെ പറന്നു പോകുന്നതും ഇപ്പൊ അവര് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും
ജോയിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജോയിക്കാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കത്തിയെടുത്ത് അവളുടെ ആ ഒരു ഹൃദയഭാഗത്തേക്ക് കത്തി കൊണ്ട് മുറിച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു കുഴലുണ്ടല്ലോ അതിങ്ങനെ കയറ്റി വെക്കും. അപ്പോഴേക്കാണ് അവൾക്ക് നല്ലതുപോലെ ശ്വസിക്കാൻ കഴിയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവർ കാണുന്ന രീതിയിൽ ആ പുഴയുടെ അറ്റത്തേക്ക് വന്ന് നിൽക്കുന്നതും ഇപ്പൊ നമ്മുടെ കരീസ ജോയിനെ കണ്ടു. അങ്ങനെ അവര് സഹായത്തിനായിട്ട് താഴേക്ക് വന്ന് നമ്മുടെ ജോയിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.